എല്ലാവർക്കും നമസ്കാരം. റൈഫിൾ ക്ലബിന്റെ ടീം എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പടം കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് കരുതുന്നു. ഇനി എന്താണ്? അല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മുത്തപ്പന്റെ കളി നല്ല, മുത്തപ്പനും കൂട്ടുകാരും കൂടെ പറഞ്ഞാൽ പോകില്ല, നാട്ടുകാരും കൂടെ ഇഷ്ടപ്പെട്ടതല്ല. പക്ഷെ നമുക്ക് ഫീഡ്ബാക്ക് വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു, നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു. സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാരും ഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് എല്ലാ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് എൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, സിനിമാറ്റോഗ്രാഫറായ സിനിമ വിജയം സമർപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ മാത്രമല്ല, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് ആർട്ടിസ്റ്റായിട്ട്. ഇത് കറക്റ്റായിട്ടൊരു കാസ്റ്റിംഗ് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്ത സിനിമയാണ്. എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ കൃത്യമായ അളവിൽ ഒരു ഗംഭീര സിനിമയാണ്. ഞാൻ കണ്ടിടത്തോളം ഇന്ന് തീരുമാനിക്കും. എല്ലാവർക്കും നമസ്കാരം. റൈഫിൾ ക്ലബ്ബ് റിലീസായിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ പടം കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. തെറ്റി ചോദിക്കാണെങ്കിൽ ചോദിക്കാൻ തോന്നുന്നല്ലേ? ചേട്ടാ, ഇതിന്റെ എനിക്ക് സിനിമ കണ്ടപ്പോൾ പ്രത്യേകം ഇതിന്റെ മേക്കിംഗ് വളരെ മൂന്ന് ലൊക്കേഷനിൽ അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കിംഗ് അതിന് പറച്ചില്ല സ്റ്റൈല്, ഓവർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതെ പടയെന്ന് പറഞ്ഞിട്ട് ഒരു ലാഗ് പോലും ഇല്ലാതെ എടുപിടി തീർക്കുന്നത്. ഇത് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ കഥാപാത്രം കേട്ടപ്പോൾ ഫസ്റ്റ് വൈകി കണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരുമെന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ. ഇതിന്റെ ഐഡിയ പറയുമ്പം, അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴത്തോട്ട് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് റിലീസായി ഈ പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര കുറച്ച് വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ, എന്താ പറയുക, ഈ സബ്ജക്റ്റ് മാത്രമല്ല, മേക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിക്ക് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ആഷിക്ക് തന്നെയാണ് ഡയറക്ടർ. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിക്കിന് ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കും, ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ എന്തുകൊണ്ടാണ് ആഷിക്ക് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കാണുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലായത്. കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിന് ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണുമായിരിക്കും, നമുക്കൊരു കാരവൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു. കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ മണ്ടയ്ക്ക് മുകളിലൊരു ബംഗ്ലാവിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്നൊക്കെ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ. ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള എന്താ പറയുക ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്കിതിൻ്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായിരിക്കും. സോ നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ക ആഷിഖ് അബു ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റും.
അപ്പോ ഈ റിലീസിന് മുമ്പായിട്ടേ പ്രൊമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റ് സിനിമകളൊക്കെ ഭയങ്കര അധികം പ്രൊമോട്ട് ചെയ്തപ്പോ ഈ റൈഫിൾ ക്ലബ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ലോ പ്രൊഫൈൽ വന്ന് ക്രിസ്മസ് തൂക്കാമെന്നുള്ളതൊരു പ്ലാൻ ആയിരുന്നു? പ്ലാൻ അല്ല, ഇത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാന്ന് ടീം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചാൽ എന്തായാലും എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ കുറച്ചുകൂടെ ക്ലാരിറ്റി സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേ ഒന്നും തള്ളേണ്ട കാര്യമില്ലോ, കണ്ടറിയാമല്ലോ എന്നുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ കായ്, നമ്മുടെ സൂരജ്, അതൊക്കെ അതിഗംഭീരമായിട്ടുള്ളൊരു എൻട്രി, ഒരു ആദ്യ അനുഭവം എന്ന് പറയാം. കാരണം ഞാൻ ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയും കാര്യം. സെന്ന ഹെഗ്ഡെ, കുറെ ആൾക്കാരുണ്ട്. ശക്തി Suraj, what's your experience after watching? എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് അത് പറഞ്ഞ മാതിരി ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത്. പക്ഷെ എൻ്റെ ചുറ്റുപാട് ഇത്രയും ടാലന്റഡ്, ഇത്രയും വോമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ്. പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. അവർ ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ, പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. ആൻഡ് ദാറ്റ് ടു താങ്ക് ആഷിക്കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. പറഞ്ഞമാതിരി ഇവർ മുന്നിലൊക്കെ ഞങ്ങൾക്ക് നോ ഐഡിയ റൈറ്റ്, പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഓണർ. അതൊക്കെ വെറുതെ കുറച്ച് വിനയമാണ്, കുറച്ച് വിനയം കൂടി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. എന്നിട്ട് പോയിട്ടാ പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാന് ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോം ചെയ്യല്. അപ്പൊ ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടൊന്നും പോയില്ല. അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എണ്ണാൻ വേണ്ടിട്ട് എന്നെ നിർത്തുമായിരുന്നു. സോൾബി ചേച്ചി പ്ലീസ് കം, ഐ ആം കൗഡ്. ഞാനാണെങ്കിൽ പേടിച്ചു വിറച്ചു. മോനെ സുരേച്ചി അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പൊ പോയി എങ്ങനെ എണ്ണി വാം ആക്കിട്ട് നോക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിന്റെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റിയ. ലൈക്ക് it was really fun. It was a beautiful time and yeah. ഇപ്പം കൃഷിനാടം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. OTT-ല് സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം. അപ്പൊ അതിനുശേഷം ഈ സിനിമ കാണുമ്പോൾ ഒരു ഗോഡ് ഫാദർ കാണുന്ന പോലെ ഈ ഒരു ക്ലബിനെ മുഴുവൻ നീക്കുന്ന ഒരു വലിയൊരു കാരണവരുടെ സ്ഥാനം ഉണ്ടല്ലോ. പോയ പോട്ട് പുല്ലെന്ന് പറയുന്നത് തോക്കിട്ട് വെടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ ഒരു കഥാപാത്രം എത്രത്തോളം ഡീപ്പാന്ന് തോന്നുന്നു? ഇല്ല, ഇതിനകത്ത് എൻ്റെ കഥാപാത്രത്തിന് എൻ്റെ വലിയ മിടുക്കൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇത് ആഷി കപൂറിൻ്റെ സിനിമയാണ്. ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്തത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ. ഇതിപ്പല്ലേ ഒരു കസേര എന്നോട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷി കപൂറാണ്. സത്യത്തിൽ അത് കുട്ടേട്ടന്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോ ബാക്കി ചെല്ലണം, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും തള്ളി കൊണ്ടുപോയി. അല്ല, അങ്ങനെ സന്തോഷം കേട്ടോ. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ ഒരു ദിവസം. അപ്പൊ ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക,
കളിയാക്കുക, കൊല്ലുക, ഒന്നര കുട്ടേട്ടൻ എന്നെ രണ്ടര കുട്ടേട്ടൻ എന്നായിരുന്നു എനിക്ക് വിളിച്ചിരുന്നത്. വെളുപ്പിന് 2:30 മണിക്ക് ഷോട്ട് ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും, മേക്കപ്പിന് ഇരിക്കും. അപ്പൊ 2:30 മണിക്ക്. അപ്പൊ ചിലപ്പോ എനിക്ക് നേരത്തെ ഷോട്ട് വരും. ഈ സുരഭിയൊക്കെ പോയി ആഷിക്കോട് പറയും, വേണ്ട കുട്ടിയുടെ വെയിറ്റിംഗ്, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ പിന്നെ ആഷിക്കും വിചാരിക്കും ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ 2:30 കുട്ടികൾ എന്നുള്ള പേര് കിട്ടി എനിക്ക്. ഞാൻ അവിടെ 10 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ 2:30 മണിയാവുമ്പോഴേ റെഡി ആവുള്ളൂ. 2:30 വിളിക്കുള്ളൂ. അയ്യോ അല്ല, നോമ പറയില്ല. ഞാൻ രാവിലെ അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ല. ഇപ്പൊ ഞാനിപ്പോ ഇവരെന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. ഞാൻ അവിടെ കാർന്ന് പോലെ 40-42 വർഷമായിട്ടെ സിനിമയില്. പക്ഷെ അഹങ്കാരമൊന്നും കുട്ടേട്ടൻ കാണിച്ചില്ല. അഹങ്കാരമല്ല, അഹങ്കാരം എന്റെ അവസ്ഥയാ. അഹങ്കാരമല്ല കുഞ്ഞെ, പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ കൂടെ. ഇത് എന്ത് നാക്കാത്ത ഇവളൊക്കെ. ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സർവൈവ് വരുന്നുണ്ട് കേട്ടോ, എന്താണ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും മലയാള സിനിമ, ഉറപ്പാണ്. ഇത് പാസ്സായാൽ ഞാൻ ഇങ്ങനെ ഇനി എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഇത് പാസ്സായി ഞാൻ സുരഭി. ഈ സിനിമയിൽ ഒരു സീനുണ്ട്, ഒരു തോക്ക് വെച്ചിട്ട് ഒരാണായിട്ട് കരുതിക്കോടാന്ന് പറയുന്ന ഒരു സീനുണ്ട്. അത് എനിക്ക് മലയാള സിനിമയിൽ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു മലയാള ചിത്രം കൂടി ആയിരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീൽ, അങ്ങനത്തെ ഒരു മാസ് ഡയലോഗ് പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത്? ശരിക്കും എൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഡയലോഗ് ഉണ്ടെങ്കിലും അതൊരു മാസ്, എന്താ പറയാ, പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ്. പിന്നെ ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ, നമ്മള് പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ. യെസ് യെസ്. ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന കുറെ കോളുകളിൽ അധികം ആൾക്കാരെ പറഞ്ഞ സംഭവമാണ് ഇതിന്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത്. ഷാംപുഷ്കരൻ എന്താ പറയുക, നമ്മൾ കാച്ചി കുറുക്കിയെടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് വലിച്ചു പോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഉള്ള ഡയലോഗ്സിനുള്ള കണ്ടന്റ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം. നെക്സ്റ്റ് ദർശന, ഞങ്ങളുടെ സിനിമയുടെ കുഞ്ഞോളും. ഒന്നുമില്ല, എനിക്ക് ഇത്രയും ആക്ടേഴ്സിനോട് ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ്. നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ എല്ലാവരും ഇതേ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ഷോട്ട് എടുക്കും, ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ ഇതിപ്പോ തിയേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് ദെയർ സ്പേസ് ആൻഡ് എല്ലാവരെയും ഇപ്പൊ ലൈക്ക് യു സെഡ്, ഇപ്പൊ വിമൻ ഓൾ ഓഫ് us കമ്മിങ് ടുഗദർ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും ഭയങ്കര സ്പെസിഫിക് ആയ ഒരു സ്പേസ് ഉള്ള പോലെ എനിക്ക് കണ്ടപ്പോഴും തോന്നി. സോ ഐ ഹോപ്പ് എവറിബഡി ഫീൽസ് ദ സെയിം. താങ്ക് യു. നമസ്കാരം. റൈഫിൾ ക്ലബിൻ്റെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, അത് പറഞ്ഞു തുടങ്ങാൻ നല്ലത് സൂരജാണ്. കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിൻ്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടെ നിന്ന് വരുന്നില്ല. അപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാണ്, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ആ സിനിമയുടെ കഥ. പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ. പക്ഷെ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ്. അപ്പോൾ സൂരജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറി വാമച്ചനെ, ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക്. ആ പിടുത്തമാണ് സിനിമയെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട്, അവർക്കൊരു ഹൈ പോയിന്റ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ നോക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വെൽ
നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ തന്നെ, അതും ആഷിഖ് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലവ്ലി, അത് ഇനി റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും ആഷിഖ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറമാൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയല്ല. ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറമാന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് DOP ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആഷിഖ് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് വർക്കാവുന്നുണ്ടോ, ഇത് അറിയുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് പോയിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം നമ്മളൊരു കഥയല്ല ഈ സിനിമ, ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട്. ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ്. അത് വർക്കായിട്ടുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം ഇങ്ങനെ റൈഫിൾ ക്ലബിൽ ആഷിഖിൻ്റെ ഈ പടത്തിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആഷിഖിൻ്റെ പടങ്ങളൊക്കെ മിക്കവാറും പല പല ജോണറിലുള്ള പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൊന്നും കയറി ഇരിക്കുന്ന ഒരു പ്രകൃതമല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി കണ്ടിട്ട്. സോ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പടം, ആ പുതിയൊരു എക്സ്പെരിമെൻറ്റിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നേക്കാളൊക്കെ ഉപരി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ സീനിയേഴ്സ് ആയിരിക്കണം. പക്ഷേ അഭിനേതായാലും ടെക്നീഷ്യൻസ് ഉണ്ട്, അഭിനേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടിയേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം തോന്നി. എനിവേ ഈ ക്രൂവിൻ്റെ കൂടെ എസ്പെഷ്യലി മൈ സൂസൻ ഒരുപാട് സന്തോഷം. ഹാപ്പി. പലരും ഇപ്പൊ പലരും വിളിക്കുമ്പോഴൊക്കെ ഇതിന്റെ ഹ്യൂമർ നന്നായിട്ട് വർക്കായിട്ട് ചിരിച്ചു. കേട്ടില്ല ചോദിച്ചു. ഷൂട്ട് ചെയ്തു, പകുതിയുള്ള കാരണം കൂടുതൽ ഭാഗ്യശാലി. ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് ഞങ്ങളുടെ മെയിൻ ഗുരുനാഥയായിട്ടുള്ള ദർശന അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിഷ്ണു അഗസ്ത്യ അത് ഏറ്റെടുത്തു, അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം ഒക്കെ നൽകിയെങ്കിലും അല്ലേ, അവർ പടം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തായിരുന്നു അത്? അത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തട്ട് എത്തിയതും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ. അപ്പൊ അതില് സജീവൻ ചേട്ടന് വളരെയധികം വിഷമമുണ്ട്. അതെ, അപ്പോ സാരല്ല സജീവൻ ചേട്ടാ, നമുക്കത് ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് എടുത്ത്, അതെ നമുക്ക് ഇനിയും പോരല്ലേ, മതിയായില്ലല്ലേ, അത് അടുത്ത പാർട്ടിൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടില് ഓണത്തിനല്ലേ. വേട്ടമൃഗം രാപ്പാടി പ്രൊഡക്ഷൻസിന്റെ വേട്ടമൃഗത്തിൽ നമുക്കത് കാണാവുന്നതാണ്. എന്റെ മോനെ, അത് കറക്റ്റ് ശരിക്കുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. പൊട്ടിച്ച് ഒരു മയത്തിലൊക്കെ തള്ളാവും എന്നോട് കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ. ഇങ്ങനെ സ്ത്രീ ക്യാരക്ടേഴ്സും ഒരു മലയാള സിനിമയിൽ അങ്ങനെ തോക്കെടുത്തിട്ട് ചന്നമെന്നം വെടിവെക്കുന്നതാണ് എന്ത് രസമാണെന്നറിയോ? ഞാൻ ചന്നം പിന്നെ വെച്ചിട്ടില്ല, ഞാൻ 3 പേരെ വെച്ചു, 3 പേരെയും ഞാൻ കൊന്നു. ഉറപ്പാണ്, ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള
ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല, എത്ര സീനിയേഴ്സ് ആണ്, പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന പാവം അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടിയെടുക്കും പോണത്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്കോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുമോ? സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ, അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി നീ സംസാരിച്ചു കളയില്ല. അവർ സംസാരിച്ചോളൂ, പക്ഷെ അവരെ നമ്മൾ പരിചയമാണ്. അവരൊന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു, മൈക്ക്. So thank you for having me. Sham said this is the first time in Malayalam film history a snipe shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. വിഷ്ണു അഗസ്ത്യ. ഞാൻ വിഷ്ണു അഗസ്ത്യ. അപ്പോൾ ഞാൻ RDXന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും ഭയങ്കര എന്താ പറയുക, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇല്ല, ഉണ്ണിമാങ്ക ഒന്നും പറയില്ല, പറഞ്ഞോ. അല്ല, എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കോ? ഫൈറ്റ് സീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരു നോർമൽ ഇതുപോലെ ഇങ്ങനെ ഒരു ക്ലബിനകത്ത് ഒരു ഗോഡ് ഫാദർ എന്നുള്ള ആ തോക്ക് വെച്ചിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്റെ ചോദ്യമാണ് ഇതുണ്ടല്ലോ, അതായത് അങ്ങനത്തെ തോക്ക് വെച്ചിട്ട് അങ്ങനത്തെ സീൻസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഏകദേശം ഒരേ സർക്കിളാണ് വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ ഒരു തീം കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തായിരുന്നു അത്? അല്ല, ഞാൻ ആദ്യത്തെ ദിവസം നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോ ഇത് ഇങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തെക്കാൾ കുറച്ചും കൂടെ റൈറ്റർ, ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട നീ പേടിയാ എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നുകൂടെ ഒന്നും പറഞ്ഞില്ല. അപ്പം ശ്യാമേട്ട എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ മതി, ബാക്കി 50% ഞാനാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. എല്ലാവർക്കും നമസ്കാരം. ഒരു ക്ലാഷ് ഉണ്ട്. നിയാസ്ക പറയട്ടെ, പൊന്നൂസിന് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന്. ഞാൻ താഴത്തെ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയുമ്പോഴാണ് വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ, പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നിട്ട് എടുക്കുകയും സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഞാനടുത്തൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ
ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും ഈ മൂവി ഇത്രയും ഒരു ലെവലിൽ ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രി വൺസ് എഫേർട്ട്, ആക്ടേഴ്സിൻ്റെ എഫേർട്ട് ആൻഡ് മെയിൻലി ഇതിൽ ആഷിഖ് കപൂറിൻ്റെ ക്യാമറയും ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്ത രീതിയും പിന്നെ ഷ്യാമും മറ്റുള്ളവരൊക്കെ എഴുതിയ ആ സ്ക്രിപ്റ്റിൻ്റെയും ഡയലോഗ്സ് ഒക്കെ സൂപ്പർവായിരിക്കുന്നു. ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം എവ്രിവെയർ ഇസ് സോ ഫാന്റാസ്റ്റിക്. എല്ലാവർക്കും ഈ പടത്തെക്കുറിച്ചൊരു ഹൈ എൻഡ് അഭിപ്രായമാണ്. ആൻഡ് വി ഹോപ്പ് ഇറ്റ് വിൽ ഗോ ബിയോണ്ട് ദ ലെവൽ. താങ്ക്സ് ഫോർ ഹാവിങ് അസ്. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിഖാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിഖിൻ്റെ കൂടെ ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷം ഇതിന് മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെല്ലാവരും തീർക്കണം. താങ്ക് യു സോ മച്ച്. സെന്ന ഹെഗ്ഡെ, തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സെന്ന ഹെഗ്ഡെ in my life ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. I had no aspiration. Even today, like ഈ പടം കഴിഞ്ഞിട്ട് നീ ചോദിച്ചാൽ ഇല്ല നീ ആക്ടർ ആവണ്ട. So I think the casting director called me. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ ഇങ്ങനത്തെ കോൾ വരാറുണ്ട്. ഞങ്ങളുടെ സിനിമയിൽ കാസർഗോഡ് ഭാഗത്ത് ഞാൻ most of my movies are based there. So വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചെന്ന് വിചാരിച്ചു. So when he said ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു കൂടി. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ then he started. അപ്പോൾ ഇതിന്റെ മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, 1-2 ആൾക്കാരുടെ പേര് മാത്രം പറഞ്ഞു. Then he started dropping names. അപ്പോഴാണ് then the greedy side of my mind started working. So basically I'm here because of greed. Because nobody wants to lose an opportunity to work with these names and the bigger names who are not on the stage today. So yeah, I mean, ഞാനൊരു 4 ദിവസത്തേക്ക് വന്നിട്ട് എന്നെ വിളിച്ചത് ഇവിടെ for the shoot. Yeah, so I met Vishnu will tell the story. ഫസ്റ്റ് ദിവസം വന്നിട്ട് സെനബ്രു ഇതേപോലെ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ട, നാളെ ആദ്യത്തെ ഷോട്ട് വെച്ചിട്ട് മിക്കവാറും ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്നും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നതും താൻ ആരോടും പറയരുത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. പക്ഷെ പതുക്കെ അഭിനയിച്ച് വന്നപ്പോ ഫസ്റ്റ് പരിചയപ്പെട്ട ഇദ്ദേഹത്തെ കൊല്ലുന്നത് ഞാനാണ്. അതൊരാശ്വാസമായിരുന്നു. So yeah, I mean, so 4 ദിവസത്തേക്ക് വന്നതാ. I think I stayed because I was part of the entire family of. I mean, I start with Suraj, then I finish with Kashyap. So and Suraj and me were the first friends. Namla അടുത്തടുത്ത room ആയിരുന്നു. So I was so nervous and it was his first time. So I told him take extra 5 push-ups for me. So that gives me extra confidence. So yeah, it's a wonderful opportunity and yeah, I'm really grateful. Thank you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കിരൺ പീതാംബരൻ. ഞാൻ ഇതിനകത്ത് പ്രൈവറ്റ് ക്ലബ്ബിൽ രാപ്പാടി എന്ന് പറഞ്ഞിട്ട് വേഷമാണ് ചെയ്തത്. സോ ഹാപ്പി ടു ബി വിത്ത് ഓൾ ദിസ് വൈബ്രന്റ് ടീം. ഞാൻ കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം മിലിന്ദാണ് വിളിക്കുന്നത്. മിലിന്ദും ഇവരും കൂടെ എനിക്ക് തോന്നുന്നു പടം തുടങ്ങുന്നതിന് 2-3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ സാഹചര്യം കിട്ടുന്നത്. സോ വെരി ഗ്രേറ്റ്ഫുൾ. പടം നല്ല അഭിപ്രായം വരുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ക്രിസ്മസിന് ഒരു വമ്പിച്ച വിജയമാവട്ടെ. പടം ആൾക്കാർ മനസ്സിലായിട്ടെ. താങ്ക് യു. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അതിപ്പോൾ ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ച് പേടി കൂടുതലാണ്.
കാരണം ആസ് ആൻ ആക്ടർ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കണം ഇങ്ങനെ. ആൻഡ് ഈ സിനിമയിൽ ആക്ച്വലി എന്നെ കാസ്റ്റ് ചെയ്തതും മിലിന്ദ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഹിം. പുള്ളിയാണ് ആദ്യം ഓഡിഷൻ ചെയ്തതും അതിനുശേഷം ആഷിക്കേട്ടൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ആദ്യമേ കേട്ടത്. ഇതിന്റെ കാസ്റ്റ് ആരാണെന്നോ അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും സൂപ്പർ സീനിയർ ആക്ടേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെയാണ് കൂടെ ചെയ്യുന്നത് മനസ്സിലാക്കിയത്. സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചെറിയൊരു തല കാണുമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഐ എം സോ ഹാപ്പി. നേരത്തെ ഇവിടെ ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊടുത്ത പോലെ എനിക്കും കൃത്യമായിട്ട് ആഷിക്കേട്ടനും ശ്യാമേട്ടനും എല്ലാവരും കൂടി കൃത്യമായിട്ടൊരു ക്യാരക്ടർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇപ്പോഴും റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവനി. ഇതിനകത്ത് നാദിയ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡാൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ മിലിന്ദ്. എനിക്ക് മൂന്ന് ദിവസം മുമ്പായിരുന്നു കോള് വരുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന്. വിളിച്ചിട്ട് ഓക്കെ ആഷിഖ് കപൂർ സാറിൻ്റെ മൂവിയാണ്, വിത്തിൻ 3 days പൂജ തുടങ്ങും, ഷൂട്ട് തുടങ്ങും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഈച്ച് ഡേ ഷൂട്ടിങ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും ഈ മൂവിനെ പറ്റിയൊക്കെ കൂടുതൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരുപാടധികം സന്തോഷമുണ്ട് ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എല്ലാവർക്കും പടം ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിടിക്കപ്പെട്ടു. എൻ്റെ പേര് പരിമൽ. ബിച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പടത്തില്. എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാനും ഇങ്ങനത്തെ ഒരു മൂവിന്റെ ഭാഗമാകാൻ പറ്റിയതിലും വളരെ സന്തോഷം. ആഷിക്കേട്ടനും ശ്യാമേട്ടനും ഫുൾ സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഇത് എൻ്റെയും ഫസ്റ്റ് ടൈം ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇവിടെ എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞങ്ങൾ ഈ കാട്ടിൽ പോയൊരു ഇതുണ്ട്. പുഷ്പ മൂവി ഷൂട്ട് ചെയ്ത ഫോറസ്റ്റിലാണ് ഞങ്ങൾ ഹണ്ടിങ്ങിന് പോകുന്ന സീൻ എടുത്തിരിക്കുന്നത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു എനിക്കൊന്ന് കുറഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 4-5 days ഉണ്ടായിരുന്നു അവിടെ, 3 or 4 days. പക്ഷേ ദാറ്റ് വാസ് ഓസം എന്ന് പറയൽ പോയവർക്കൊക്കെ അറിയാം. അവിടെ ഞങ്ങൾ പോയി താമസിച്ചതും കടുവയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളില്ലായിരുന്നു ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് സുരഭി ഇല്ലാത്തതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതായിരുന്നു ഏറ്റവും വലിയ റിലീഫ്. ദിലീഷൻ ചോദിച്ചാൽ പറയും ഏറ്റവും നല്ല റിലീഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് താമസിച്ചത് അവിടെ സാധാരണ ചെറിയ ചെറിയ ലോഡ്ജ് പോലത്തെ റൂംസ് ഒക്കെയാണ്. എന്നിട്ട് എല്ലാവരും അവിടെ വി ഓൾ എൻജോയ്ഡ് ലൈക്ക് എനിത്തിങ്. ഒരു 3-4 days ഞങ്ങൾ എൻജോയ് ചെയ്തു. അതൊരു ഞാൻ അനുഭവിച്ച ഇത്രയും നാള് ഞാൻ സിനിമയിൽ അഭിനയിച്ചതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാജമന്ത്രി അസാത്തിന്റെ പേര്. ബാബുരാജിനെ കണ്ടത് വേറൊരു രീതിയിലാണ് മലയാളം പിന്നെ സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ പനോവാബ്ജി ചെലിപ്പ് തുറന്ന് വെടിവെക്കുന്ന ആ ഒരു സീൻ. അപ്പോൾ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആമുഷ്കരം എഴുതുമ്പോൾ അതെങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇല്ല, ശ്യാമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു റൈറ്ററാണ്. അത് പലതവണ പല സിനിമകൾ കൊണ്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്യാമ ആഷിഖിന് വേണ്ടിയിട്ട് നിരവധി ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പം സോൾട്ടാമ്പൂരിലെ ബാബുച്ചേട്ടൻ്റെ ക്യാരക്ടർ പോലെ ഇപ്പം ഈ സിനിമയിൽ എനിക്കാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് സുഹാസും ദിലീഷും ശ്യാമോടെ എഴുതുമ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഒരു സിനിമയിൽ ഒരു മേജർ പ്ലോട്ടിനെ അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും. ചെറിയൊരു ത്രെഡിലൊരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോവുക. ഇത്രയധികം ക്യാരക്ടേഴ്സ് ഇപ്പം ഈ പ്രസ് മീറ്റിന് 10-20-30 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അത്രയും ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും ഒരു 2 മണിക്കൂറിനുള്ളിൽ കിട്ടുക, അതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഭയങ്കര ആവശ്യമാണ്. അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആഷിഖേട്ടൻ ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എക്സലൻ്റ് ആണ്.
അല്ല, സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും ഉറപ്പായിട്ട്. അത് കുറെ നാളിരുന്ന് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, പല ഡ്രാഫ്റ്റുകൾ. ഇപ്പം ഞാൻ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പല ഡ്രാഫ്റ്റും പല ചേഞ്ചസും ഒക്കെ ആയിട്ട് പലതവണ കേട്ടിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് ഉണ്ടാവും, ഇംപ്രൊവൈസേഷൻ സെറ്റിൽ ഉണ്ടാവാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അങ്ങനെ ചെയ്ത് പ്രസന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ഇംപ്രൊവൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കറക്ഷൻസ്, പുതിയ ഫീഡുകളൊക്കെ ആയിട്ട് ചെയ്യാം. ഓവർ വയലൻസ് ഉള്ള ഒരു ചിത്രവും ഇറങ്ങുന്നു, കോമഡി ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഈ ബറോസ് വരാൻ പോകുന്നു, ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഈ സമയത്താണ് ഇറക്കിയത് കുറച്ച് തണുപ്പായി തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഒരു കാലം ഇപ്പം നമ്മളിപ്പം എത്രയോ വർഷമായിട്ട് സിനിമകൾ ഓരോ സീസണിൽ 4, 5, 6 സിനിമകൾ വരുന്നു. ഒരു സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ കുറയ്ക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏത് സീസണിലായാലും 2 നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ 2 പടം ഓടും, 4 നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ 4 ഓടും. ഇനി ഒരു പടവും നല്ലതല്ലെങ്കിൽ ഒരു പടം ഓടത്തില്ല. അതാണ് അതിന്റെ റിയാലിറ്റി എന്നാണ് തോന്നുന്നത്. ഒന്നിനൊരു കോമ്പറ്റീഷൻ ഒന്നും അല്ല. നമ്മൾ എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ അവധി ദിവസമുണ്ട്. 3, 4, 5 നല്ല പടം വന്നാലും കാണാനുള്ള സമയമുണ്ട്. അതാനറിയില്ല. വീട്ടിൽ നിന്ന് നമ്മളെ സൗഹൃദം പകുതി കണ്ടിട്ട് അവിടെ പോയിട്ട് കാപ്പ് കുടിച്ചിട്ട് വന്ന് വീണ്ടും ബാക്കി കാണാം. അല്ലെങ്കിൽ പിള്ളേരിടയ്ക്ക് വഴക്കുണ്ടാക്കും, അവിടെ പിള്ളേരെ സമാധാനിപ്പിച്ച് ബാക്കി കാണാം. അപ്പോൾ എല്ലാം തിയേറ്റർ സിനിമ. രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസും നമ്മൾ OTT അതിൻ്റെ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല. ഇതൊരു സിനിമയുടെ വേറൊരു സിനിമ വന്നുകൊണ്ടാണ് സിനിമ ശ്രദ്ധിക്കാതെ പോണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നുവരെ അങ്ങനെ മലയാളത്തിലൊരു എനിക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നിയില്ല. വേറൊരു സിനിമ ഭയങ്കര വിജയത്തിൽ ഓടുന്നതുകൊണ്ട് വേറെ സിനിമയ്ക്ക് ആളില്ലാണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. നമുക്കിപ്പം നല്ലൊരു സിനിമയാണെങ്കിൽ ആരും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആവശ്യമാണല്ലോ നല്ലൊരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണുക എന്നുള്ളത്. വളരെ മോശമായിട്ട് എന്നെ റിവ്യൂ ചെയ്തു. അതോടുകൂടി ആ പടം എടുത്തു പോയി ഇപ്പോഴത്തെ ഒരു ടോപ്പ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ OTT വന്നപ്പോൾ വൻ വിജയമായിരുന്നു. അപ്പൊ ഈ ഒരു ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നത്. ആളുകൾ ഇപ്പം അതിന് ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കായിരിക്കും എന്നല്ലാതെ അത്രയ്ക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂറിനോ അല്ലെങ്കിൽ 2, 3 പേർക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആകാതിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ആളുകൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ആളുകളായിരിക്കും റിവ്യൂ കണ്ടിട്ട് ഒരു സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ, ഞാൻ വിശ്വസിക്കുന്നത്. അധികം പേര് നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തൊരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ റിവ്യൂ അല്ലെങ്കിൽ ഒരാളൊരു സിനിമയെ കുറിച്ച് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും കാണാനും പോകത്തില്ല. അല്ല, തീരെ ചെറിയ സ്വാധീനം ഉണ്ടാകുമായിരിക്കും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മികച്ച സിനിമ ഇല്ലാണ്ടാക്കാൻ ഒരു റിവ്യൂവിനൊന്നും പറ്റില്ല. ഒരാൾ ഒരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ ഒരു മോശം സിനിമേനെ ഒരാൾ 4 പേര് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് നന്നാക്കാനും പറ്റില്ല. ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നുമല്ല പ്രേക്ഷകർ. പണ്ട് കാലങ്ങളിൽ സിനിമകളിൽ ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രങ്ങൾ കരുതി തന്നെ ഒരുപാട് മാനസികത ഒരു കഥാപാത്രം തന്നെ പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകർ അതിനെ ചെയ്യുകയുണ്ടായി. അന്നത്തെ സിനിമയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണ് എഴുതിയും സംവിധാനത്തിലൊക്കെ കണ്ടുപിടിച്ചത്? സ്ത്രീ അല്ല, അങ്ങനെയൊന്നുമല്ല. സ്ത്രീ കഥാപാത്രങ്ങൾ വരണം എന്നാണ് പറയുന്നത്. അന്നും ഇന്നും എന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊരു വ്യത്യാസമായിരിക്കും ഈ പടം തീർച്ചയായിട്ടും.
ഈ സിനിമ പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ ഹീറോയിസം ഇല്ല സ്ത്രീ കഥാപാത്രങ്ങളാണ്. പൊന്നമ്മ ഒറ്റ വെടിയെ വെക്കുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർ എത്ര വെടി വെച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നൊന്നര വെടിയാ അത്. അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഇതിനകത്ത് എല്ലാവരും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല. ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല. വെറുതെ പറയുകയാണ് സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അങ്ങനെയില്ല. അല്ല, ആരും മനഃപൂർവ്വം സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പങ്കെടുക്കുന്നതല്ലല്ലോ. ഒരു കഥ ചെയ്യുമ്പോൾ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുന്നതല്ലേ. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളമാണ് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ മാർക്കോട്ടാണേലും ക്ലബിനൊക്കെ ആണെങ്കിലും പ്രൊമോഷൻ അധികം കുറവായിരുന്നു. ഇപ്പൊ ആദ്യത്തേക്ക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകൾക്കും വലിയ ഹൈപ്പ് കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരും ഇപ്പൊ പുഷ്പേനങ്ങൾ ഒരുപാട് മൂവിയാലും ആൾക്കാരിലേക്ക് അധികമായിട്ട് പ്രതീക്ഷകളുടെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രൊമോഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ റൈഫിൾ ക്ലബൊക്കെ ഈ പ്രൊമോഷൻ കുറവായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസ് മീറ്റ് ആയാലും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മാർക്കോ ആയാലും നാളെ റിലീസിന് എത്തണം. അപ്പോൾ അത് ഈ നേരത്തെ റിവ്യൂവിന്റെ കാര്യമാണ്. ഇപ്പൊ റിവ്യൂവിനെയൊക്കെ അങ്ങനെ പേടിച്ചിട്ടാണോ അതോ അങ്ങനെ ആൾക്കാരിൽ നിന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് പടം ഇങ്ങനെ ആവും അങ്ങനെയൊക്കെയുള്ള റിവ്യൂകൾ വരുന്നത് കൊണ്ടാണോ ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്? ട്രെൻഡ് മാറിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുതള്ളി ഭയങ്കര സിനിമയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെ കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി, ഇന്ന് റിലീസായി, രാവിലത്തെ ഷോ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പം ആ ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു 90% പ്രേക്ഷകനും ഈ സിനിമയെ കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം, ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു. അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണോ വേണ്ടോ എന്നുള്ളത്. കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസങ്ങളുടെ ഒരുക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോ ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും, സിനിമ കാണും, അത്രേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു തള്ളിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് ഇത്ര ആവശ്യമുള്ളൂ തോന്നുന്നു. ഞാനിപ്പോ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 45 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ ഉണ്ട്. ഇപ്പൊ റിവ്യൂ പറഞ്ഞിട്ട് അത് ഭയങ്കര ബോറാണെന്ന് ഞാൻ ബോറായിട്ട് അഭിനയിച്ച റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചൊരു ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകൻ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാകൂല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാ തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ ഇന്നത്തെ ഇരുന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ടും നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹനന്നായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളാണ്. പിന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയണ്ട, ആരും മോശക്കാരനായിട്ട് പറയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്. അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരും മോശക്കാരനായിട്ട് പറയുന്നത് എന്ത് കാര്യം? പിന്നെ വ്യൂവേഴ്സ് വരെ ഉണ്ടാവുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ടും നല്ല സിനിമയെ പറ്റി നല്ല വിമർശനങ്ങൾ ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്. മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൽ ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു മമ്മൂക്ക രതീഷേട്ടൻ താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വിസ്മയം. ഞാൻ ഞെട്ടിക്കുന്നൊന്നുമില്ല, പ്ലീസ് അങ്ങനെയൊന്നും പറയാം. ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം എന്നെ ഇതിനകത്ത് ആഷിക വിളിച്ചു. ഞാൻ എൻ്റെ സത്യം പറയാം,
എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രണയരംഗം. എനിക്ക് അറിയാൻ പറ്റും കേട്ടോ, സത്യം. എനിക്ക് എന്റെ പ്രണയം ഇങ്ങനെ അല്ലല്ല, എനിക്ക് പ്രണയമുണ്ട്. പിന്നെ എന്നോടുള്ള പ്രണയം അത് വേറെ, അത് ഞാൻ പറയാൻ പുറത്ത് പറയാൻ കൊള്ളില്ല. അപ്പൊ ചേട്ടാ നേരത്തെ സൂരജിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക് അബുവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയില് എത്ര വലിയ കാമുകനാണ്. കണ്ട പ്രേക്ഷകർ പറഞ്ഞത് ലാല്, ശ്വേത, ആഷിഫ് അലി അവരുടെ പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ പ്രണയം, എന്റെ കാമുകയെ കാണിക്കുന്ന പോലില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഞാൻ ഡയറക്ടറുടെ മിടുക്കാണ്, എന്റെ മിടുക്കല്ല. അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് ഇന്ന് ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ. തൽക്കാലം ഒരു ചില കാര്യങ്ങൾ നടക്കുമായിരിക്കും. കൈ പൊക്കുക. ബിഗ് ഡോഗ്സ് ഇറങ്ങുന്നതിന് മുന്നെയാണ് റൈറ്റിംഗ് ക്ലബിൽ ഇന്നാവുന്നത്. സോ ആക്ടിങ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിരുന്നു, അല്ലെങ്കിൽ അതേപോലെ ബിഗ് ഡോഗ്സിന് ശേഷം ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടി. സോ അതിനുശേഷം ഈ പറയുന്ന പോലെ ആക്ടിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നീ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? Good question. നമ്മുടെ ഫസ്റ്റ് ലവ് മ്യൂസിക് ആണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, റൈറ്റ്? അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യാൻ മുന്നേ തന്നെ അത് ആശിക്കാരനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു സീ എങ്ങനെയുണ്ട് ആൻഡ് ഹൗ മച്ച് ഐ ആക്ച്വലി എൻജോയ്ഡ് ഇറ്റ്, റൈറ്റ്? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? ദിസ് ഈസ് entirely different experience also, but അതിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട്. ബിക്കോസ് രണ്ടും ആർട്ടാണല്ലോ. Both are it's an experience personally and for the visual the audience. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് മ്യൂസിക്കിന്റെ ഫസ്റ്റ് ലവ് ആവും. പക്ഷെ അത് ലെറ്റ്സ് സീ whatever happens, right? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല ഞാൻ ഇതിലേക്ക് വന്നത്. പാട്ടാണെങ്കിലും എന്താണെങ്കിലും, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് I do what I can get to do and I enjoy doing it and I'm going to try my best. So role കിട്ടാണെങ്കിലും, or if I see something that I enjoy, or even if I want to try something out, I'll try. But whatever it is, അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല. Let's see. Thank you, brother. Actually പേടി കൊണ്ടുവന്നത് ഈ സൈഡിലാണ്. No, jokes aside, actually ധൈര്യം തന്നത് എല്ലാവരും സുരഭിച്ചേറ്റ് നന്നായിട്ട് തന്നെ എല്ലാവരും തന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് എവ്രിവൺസ് ലൈക്ക് ഫാമിലി, എവ്രിവൺസ് ജോക്കിംഗ്, ഹാവിങ് എ ഗുഡ് ടൈം. ആൻഡ് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, how would it go, how would they be? But instantly അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും, everyone was so nice and so warm and it was really good. Yeah. So നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണാത്ത ഒരു സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. റൈഫിൾ ക്ലബിന്റെ ക്രൂ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വെറൈറ്റി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകതരം സബ്ജക്റ്റുകൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ധൈര്യമായിട്ട് എടുത്തോ, കണ്ടോ. ഓക്കെ.